സർക്കാർ വിചാരിച്ചാൽ എളുപ്പത്തിൽ പരിഹരിക്കാവുന്ന ഒരു പ്രശ്നം കൂടിയാണ്. കാരണം ഈ പ്രശ്നത്തിൽ അനാവശ്യമായി അല്ലെങ്കിൽ വലിച്ചഴക്കപ്പെട്ട ഒരു പേര് അല്ലെങ്കിൽ ഉയർന്നു വന്നിട്ടുള്ള ഒരു പേര് വഖഫിന്റെ പേരാണല്ലോ. സംസ്ഥാന വഖഫ് ബോർഡ് എന്ന് പറഞ്ഞാൽ സംസ്ഥാന സർക്കാർ നിശ്ചയിക്കുന്നതാണ്. അതാത് കാലത്ത് വരുന്ന സർക്കാരുകളാണ് വഖഫ് ബോർഡിനെ നിശ്ചയിക്കുന്നത്. സംസ്ഥാനത്തിന് തീർച്ചയായും അവർ ഏത് ആണെങ്കിലും അതാത് കാലത്തെ വഖഫ് ബോർഡിൽ അവർക്ക് സ്വാധീനമുണ്ട്. സംസ്ഥാന സർക്കാർ തീരുമാനിച്ചാൽ വഖഫ് ബോർഡിനെ വേണ്ട രീതിയിൽ ഉപദേശിച്ച് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇതിലൊരു വർഗീയതയുടെ പ്രശ്നമില്ല. എനിക്ക് നേരത്തെ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ നമ്മുടെ മുസ്ലിം സംഘടനകൾ, ബഹുമാന്യനായ സാദിഖ് അലി ശിഹാബ് തങ്ങൾ, അതുപോലെ തന്നെ പി കെ കുഞ്ഞാലിക്കുട്ടി, അവരൊക്കെ നേരത്തിൽ മുഖ്യധാര മുസ്ലിം സംഘടനകളെ വിളിച്ചുകൂട്ടി ചർച്ച ചെയ്തു. പ്രശ്നത്തിൽ മുനമ്പത്തെ സഹോദരന്മാരോടൊപ്പമാണ് സമരത്തിൽ ഏർപ്പെട്ട, സമരം ചെയ്യാൻ നിർബന്ധിതരായ ആ സഹോദരന്മാരുടെ ഒപ്പമാണ് എന്ന് കൃത്യമായി അവർ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഒരു തരത്തിലുള്ള വർഗീയ ധ്രുവീകരണത്തിന്റെ പ്രശ്നം ഇതിനകത്ത് വരുന്നില്ല. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള, സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള വഖഫ് ബോർഡ് അനാവശ്യമായ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നത് അവരതിൽ നിന്നും പിന്തിരിപ്പിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അവകാശവാദത്തിൽ നിന്നും അവർ പിന്തിരിയണം. തന്നെയുമല്ല, ഇന്ന് മാധ്യമങ്ങളിൽ കണ്ട മറ്റു ചില വാർത്തകൾ വളരെ ആശങ്കപ്പെടുത്തുന്നതാണ്. സംസ്ഥാനത്തിന്റെ പല ഭാഗത്തും ഇതുപോലുള്ള അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നതായി കാണുന്നു. സമാധാന അന്തരീക്ഷം കാക്കാൻ വേറെന്തെങ്കിലും വേണോ? അതുകൊണ്ട് സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള വഖഫ് ബോർഡ് ഏതൊരു പ്രശ്നവും പഠിക്കാതെ, ആലോചിക്കാതെ, അതിന്റെ യഥാർത്ഥ വസ്തുതകൾ മനസ്സിലാക്കാതെ, കൃത്യമായി അതുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് പറയാനുള്ളത് കേൾക്കാതെ, അവരുടെ ന്യായവാദങ്ങൾ കേൾക്കാതെ ഏകപക്ഷീയമായ തീരുമാനത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഒരിക്കലും ഉണ്ടാകരുത്. ആ ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ സംസ്ഥാന സർക്കാർ വഖഫ് ബോർഡിന് കൃത്യമായിട്ടുള്ള നിർദ്ദേശം നൽകുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് ഈ കാര്യത്തിൽ എത്രയും പെട്ടെന്ന് പരിഹാരമുണ്ടാക്കുക. 22 എന്ന് പറയുമ്പോൾ 10 ദിവസം കൂടി കാത്തിരിക്കണം. അതുവരെ കാത്തിരിക്കുക എന്നുള്ളത് അവിടുത്തെ കാര്യങ്ങൾ, ഈ പ്രശ്നത്തിന്റെ യഥാർത്ഥ വശങ്ങൾ വിലയിരുത്തുന്ന ആർക്കും സമ്മതിക്കാവുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കൂടണം.